ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ചോലെ ഭട്ടൂരയുടെ റെസിപ്പിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഒരു തവണ കഴിച്ചിട്ടുള്ളവർക്കറിയാം. നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കണമെന്ന് തോന്നുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ, ലഞ്ചായിട്ടൊക്കെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഭട്ടൂര അതിൻ്റെ കൂടെ നല്ലൊരു ചന മസാലയുടെ റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണ ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളക്കടലയാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കാൻ. 5 മണിക്കൂറിനടുത്തെങ്കിലും കുതിർത്തി വെക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്ത് വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ഈ ഒരു കടല ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണിനടുത്ത് ചായപ്പൊടി ചെറിയൊരു കോട്ടൺ തുണിയിൽ ഇതുപോലെ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്, കെട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്. ആ ഒരു കറിക്ക് കറക്റ്റ് ഹോട്ടൽ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഏകദേശം കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 വീസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 വീസിൽ അടിക്കുക. പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയി പോയിട്ടുണ്ട്. കടല കണ്ടില്ലേ, നന്നായി വെന്ത് നല്ല പാകത്തിന് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ള ആ ഒരു ടീ ബാഗ് ഉണ്ടല്ലോ, അത് നമുക്കങ്ങ് എടുത്ത് മാറ്റാം. അതിനുശേഷം ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കറുവപ്പട്ട, അതുപോലെ 2-3 ഗ്രാമ്പു ചേർക്കാം, 2 ഏലക്ക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കറി ജീരകമാണ്, ചെറിയ ജീരകം, വലിയ ജീരകമല്ല, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ചേർക്കാം. എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസായിട്ടുള്ള ഒരു സവാള. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന വരെയെങ്കിലും മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു ഏകദേശം 1.5 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ. പിന്നെ നമ്മൾ ഇത് കൂടാതെ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണക്കം മാറി വരുന്ന രീതിയിൽ ചെറു തീയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 എണ്ണെങ്കിലും ഉപയോഗിക്കണം. കാരണം തക്കാളിയുടെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കണം ഈ ഒരു കറിയിൽ, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് തക്കാളി നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഏകദേശം അതിനകത്തുനിന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകമാകുമ്പോൾ ആ ഒരു സമയത്താണ് വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളക്കടല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് മിക്സൊക്കെ ചെയ്തിട്ട്, ഇപ്പം ഞാൻ ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് നമ്മൾ വെള്ളമൊന്നും പിന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം, ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നന്നായിട്ട് കറിയെ തിളപ്പിച്ചെടുക്കണം. കറി നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതുപോലെ 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് കൂടാതെ ഒരിത്തിരി മാത്രം ഗരം മസാല പൗഡർ കൂടി ഫൈനലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. ആ ഒരു നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഇനി കറി തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ 2 മിനിറ്റ് തിള വന്നതിന് ശേഷമുള്ളതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കറി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഭട്ടൂര തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 240 ml കപ്പിന് 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് നമുക്ക് ഫ്ലോർ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് 4 ടേബിൾ സ്പൂണാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ തൈരിനകത്തോട്ടേക്ക് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ പഞ്ചസാരയുടെ അളവ് 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണയല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അഥവാ നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ ഈ സോഡയും തൈരും ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു മൈദയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട്, ചൂടുള്ള വെള്ളമല്ല, നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി പ്രഷർ കൊടുത്തിട്ട് നമ്മൾ കുഴക്കണ്ട. വളരെ സോഫ്റ്റായിട്ടൊന്ന് ജസ്റ്റ് കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്തായാലും 2 മണിക്കൂറൊക്കെ വെക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുക. അത്യാവശ്യം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിന് തന്നെയാണ് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. 2 മണിക്കൂറിന് ശേഷമുള്ളതാണ്. ഇപ്പം നമ്മുടെ മാവ് ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പരത്തിയെടുക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. നമ്മൾ പൊടി വിതറി കൊടുക്കരുത്. സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി പൊടി വിതറി കൊടുക്കുമല്ലോ, അങ്ങനെ നമ്മൾ ചെയ്യരുത്. എന്നിട്ട് ജസ്റ്റ് ഇത് എണ്ണ മാത്രം തടവി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തി കോല് വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. അങ്ങനെ കറക്റ്റ് ഷേപ്പിൽ പരത്തിയെടുക്കണം എന്നൊന്നുമില്ല, കാരണം അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടും. അത്യാവശ്യം കനം കുറഞ്ഞിട്ട് കണ്ടില്ലേ, തിൻ ഷീറ്റായിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ട് എപ്പോഴും ഒന്ന് പരത്തിയെടുത്തിട്ട് അപ്പോൾ തന്നെ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തവി വെച്ച് പതുക്കെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചന മസാല തന്നെയാണ്. അതുമായിട്ട് ചേർന്ന് കഴിക്കുമ്പോഴാണ് ഇതിന് ഒരു പെർഫെക്റ്റായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ കളർ മാറി വരണം. അത്യാവശ്യം കളർ മാറി നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഭട്ടൂരയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഈ കോമ്പിനേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുറത്തുനിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ രുചി അറിയുന്നുണ്ടാകും. അപ്പോൾ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ല, ഇത് നല്ല മൊരിഞ്ഞ് നല്ല കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ കുക്കായി പുറം ഭാഗത്തൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ട് ചന മസാല നല്ല സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് പൊടികളുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.